ഇതാണ് മക്കളെ ആനയൂട്ട്. ആനയൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അത് തന്നെയാണ് ആനയൂട്ട്. അത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അത് നമ്മുടെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് തൊട്ടടുത്ത് മുത്തങ്ങ എന്ന വൈൽഡ് ലൈഫ് സെൻറ്ററിൽ അവിടെയാണ് ഈ ആന പരിപാലന കേന്ദ്രമുള്ളത്. ആ ആന പരിപാലന കേന്ദ്രത്തിലാണ് 2 നേരം ദിവസവും രാവിലെ 9 മണിക്കും വൈകുന്നേരം 5 മണിക്കും ആനയൂട്ട് എന്ന ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇപ്പം വളരെ വിപുലമായ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ളത് 2-3 ഉള്ളത് കൊണ്ട് അധികം ആൾക്കാരൊന്നും ഇവിടെ എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 11ഓളം ആനകൾ ഇവിടെ തന്നെ ഇവർ ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൽ തന്നെ വളരെ പേരുകെട്ട ആനകൾ ഒരുപാടുണ്ട്. കോന്നി സുരേന്ദ്രൻ, വിക്രം, പിന്നെ സുന്ദരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആനകളുടെ പേരുകളാണ്. എല്ലാ പേരുകളും ഇപ്പോൾ ഓർമ്മയെടുക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ്. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നത്. വൈകുന്നേരം 4:30 മണിയായപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 5 മണിയോട് കൂടിയാണ് ആനസദ്യ ആനസദ്യ അല്ലെങ്കിൽ ആന ഊട്ട് എന്ന് പറയും. ആ ഊട്ട് കൊടുക്കുന്ന സമയം അത് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആനയെക്കുറിച്ചും ആനയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ആനയുടെ വയസ്സ്, ആനയ്ക്ക് എന്തൊക്കെയാണ് മതപ്പാടുണ്ടാകാനുള്ള കാരണങ്ങൾ, പല കാരണങ്ങൾ ആനയെക്കുറിച്ച് എല്ലാം വിശദമായ ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. ഒരു ആന നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം, കാട്ടിലോട്ട് കയറുമ്പോൾ ഏതൊക്കെ ഡ്രസ്സ് ധരിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മുൻകരുതൽ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി നിന്നിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയുന്നുണ്ട്. സംശയങ്ങളുള്ളതിനൊക്കെ ഒരു മറുപടി കൃത്യമായി തരുന്നുമുണ്ട്. വളരെ ട്രെയിൻഡായ പാപ്പാന്മാരാണ് ഇവിടെ ഉള്ളത്. കുങ്കിയാനകളെ പരിശീലിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണെന്നാണ് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത്. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കാട്ടിൽ നിന്ന് വരുന്ന ആനേനെ മെരുക്കിയെടുത്തുകൊണ്ട് തിരിച്ച് തളച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരണമെങ്കിൽ അത്ര ട്രെയിൻഡായിട്ടൊരാൾ ആൾ വേണം. ആനയുടെ പുറത്താണ് പാപ്പാൻ ഇരിക്കുന്ന ആ സമയത്ത്. ആ പാപ്പാനെ ഒന്നും പറ്റാതെയും ആനയ്ക്കും അപകടം പറ്റാതെയും ആ കാട്ടിൽ നിന്നും വരുന്ന ആനേനെ മെരുക്കിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. അത് വളരെ സാമർഥ്യത്തോടെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ട്രെയിൻഡായിട്ടുള്ള പാപ്പാന്മാർ. അപ്പം 11ഓളം ഏകദേശം ആനകളുള്ളിടത്തു നിന്ന് ഒരു 3 ആനകൾ മാത്രമാണ് ഇതിന് ആനയൂട്ട് എന്നുള്ള ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ബാക്കി ആനയ്ക്കൊക്കെ അവർ ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ്. ഇത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഒരു 3 ആനകളെ മാത്രം ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിർത്തിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബാരിക്കേഡ് തീർത്തിട്ട് അതിനുള്ളിലാണ് ഇത് കാണാൻ വരുന്നവരെല്ലാം നിർത്തിയേക്കുന്നത്. ഒരുപാട് ആളുകളാണ് ഇത് വന്ന് കാണാൻ വേണ്ടി ചുറ്റും കൂടി നിൽക്കുന്നത്. ആനയ്ക്ക് കണ്ടില്ല, ഇതേപോലത്തെ ഒരു സാധനത്തിൽ കൊണ്ടുവന്നിട്ട് ഉരുളയായിട്ട് കൊണ്ടുവന്നാണ് ഇവിടെ വെക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറേ ഉപ്പ് വെച്ചിട്ടുണ്ട്, 2 ശർക്കരയും വെച്ചിട്ടുണ്ട്. 2 കളറിലുള്ള ഭക്ഷണമാണ് കാണുന്നത്. ഒന്ന് പച്ചരി അരച്ചിട്ടും ഒന്ന് റാഗിയാന്നൊക്കെയാണ് പറയുന്നത്. ആ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അവർ സ്വന്തമായിട്ട് അതിൽ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടാണ് പാപ്പാന്മാർ ആനയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത്. ആ ഉപ്പും അതിൻ്റെ ഉള്ളിൽ വെച്ച് ശർക്കരയും വെച്ച് കൂട്ടി കുഴച്ച് ഓരോ ഉരുളയായി ആനയ്ക്ക് കൊടുക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് പകൽ മുഴുവൻ വെയിറ്റ് ചെയ്ത് 5 മണി വരെ ഇവിടെ കാത്തു നിൽക്കുന്നത്. തികച്ചും പ്രവേശനം സൗജന്യമാണ് ഇവിടെ. ഒരു പൈസയും ഇതിൽ നിന്നൊന്നും വാങ്ങണില്ല. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ തടിച്ച് നിൽക്കുന്നത്. ഏകദേശം ഒരു 3 ആനയ്ക്ക് മാത്രമാണ് ഇപ്പം ആനയൂട്ട് ഇത് കൊടുക്കുന്നത്. പിന്നെ അവർ ഇതിൻ്റെ കണക്കുകളൊക്കെ ഒരുപാട് വിശദീകരിച്ച് തന്നിരുന്നു. 15 കിലോ പട്ട, 50 കിലോ പുല്ല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് വേറെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും ട്രെയിൻഡായിട്ട് നിർത്തിയ ആനകളാണ്. നാട്ടിൽ ഏതെങ്കിലും കാട്ടാന ഇറങ്ങി പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ഈ ആനയെ കൊണ്ടുവന്നിട്ടാണ് അവരതിനെ തുരത്തി തിരിച്ച് കാട്ടിലേക്ക് കയറ്റുന്നത്. അപ്പോൾ വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ടാണ് ഇവരിവിടെ നിർത്തുന്നത്. ഒരുപാട് പാപ്പാന്മാരും ഇതിന് ചുറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിന് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് എപ്പോഴും ഏത് സമയത്തും ഉണ്ടാവും. ഇവിടെ തന്നെയുള്ള ആദിവാസി വീടുകളിലുള്ള ആളുകളാണ് കൂടുതലും പാപ്പാന്മാരായിട്ട് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് കേട്ടോ. രാവിലെ 9 മണിക്കും ഇതും വൈകുന്നേരം 5 മണിക്കും ഈ 2 നേരമാണ് ഇതുള്ളത്. ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പോയി ഇത് കാര്യങ്ങളൊക്കെ നേരിൽ കണ്ടു. വളരെ ഭംഗി ആയി, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും കാണേണ്ട വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്.